ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫുൾ ഡേ വ്ളോഗുമായിട്ടാണ്. അതുപോലെ തന്നെ എയർ റൂം ഇൻറ്റീരിയേഴ്സ് ചെയ്ത് കിച്ചൻ്റെ വർക്കും കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പം വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് എന്നെ കണ്ടു നോക്കുക. വീഡിയോയിലേക്ക് പോകും മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാം. അപ്പോൾ ഇതാ അന്നത്തെ ദിവസം രാവിലെ മുഹമ്മദിന് ഫുഡ് കൊടുക്കാൻ പോലാന്ന് കേട്ടോ. അന്നേരം ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാമെന്ന്. അന്ന് നല്ല മഴയുണ്ട്, എന്താ പറയുക, ഫ്ലാറ്റ് മഴയല്ല, കുറച്ച് സമയം നല്ല മഴയുണ്ടാവും, പിന്നെ കുറയും അങ്ങനെ. അപ്പോൾ ഞാൻ വിചാരിച്ചു മുഹമ്മദിന് ഫുഡ് കൊടുക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് വീഡിയോ ഷെയർ ആക്കാൻ. രാവിലെ ദോശയും ബീഫ് കറിയാണ് കേട്ടോ. ഉമ്മ ബീഫ് കറി കൊടുത്ത് വെച്ചിട്ടുണ്ടായിന്. പിന്നെ ഞാൻ ദോശ, നമ്മൾ കണ്ണൂർ സ്റ്റൈൽ ദോശയില്ല, ഒരു പച്ചരിയും ചോറും മാത്രം ഇട്ടിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ദോശയാണ്. ബീഫ് കറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ മോനിക്ക് ഇങ്ങനെ ഫുഡ് കൊടുക്കലാണ്. ഓനിക്ക് അധികവും ഇങ്ങനെ വാരി കൊടുക്കാൻ തന്നെ വേണം, ഒറ്റയ്ക്ക് തിന്നൂല. അത് തിന്നാൻ ഭയങ്കര ഒരു എന്താ പറയുക, ഭക്ഷണം കഴിക്കാൻ മിഠായി എല്ലാം കഴിക്കുക, മിഠായി ഐസ്ക്രീം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നല്ലോണം തിന്നും. പിന്നെ ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസ് കഴിക്കാൻ നമുക്ക് ഭയങ്കര പണിയാണ്. അപ്പോൾ വാരി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും തിന്നും അങ്ങനെ. മഴക്കാലത്തിൽ ഈ ഒരു കോട്ടയാട് എന്താ പറയുക, ഇങ്ങനെ വെള്ളമെല്ലാം നിറയും കേട്ടോ. ചില ടൈമിൽ എന്തെങ്കിലും ഇലകളും കാര്യങ്ങളെല്ലാം കുടുങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ അതെല്ലാം കളഞ്ഞ് അവിടെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടാണ് ഞാൻ കിച്ചണിലേക്ക് വന്നത്. പിന്നെന്താ, ഇന്ന് ഞാനില്ലേ അടിപൊളി ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി കാണിച്ചു തരാം കേട്ടോ. ഒരു 4 ഉള്ളി എടുത്തിട്ടുണ്ട്, വലിയ സൈസിലുള്ളതാണ്. ഒരു മീഡിയം സൈസ് 2 തക്കാളി, പിന്നെ 1.5 ബൾബ് വെളുത്തുള്ളി, 4 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി, 10-12 പച്ചമുളക്, പിന്നെ ഇതാ 3 കപ്പ് അരിക്കാണ് ചെയ്തെടുക്കുന്നത്. കൈമ റൈസാണ്. പിന്നെ മല്ലിയില പുതിനയില എല്ലാം കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഒരു ചിക്കനാണ് എടുത്തിട്ടുള്ളത്, ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല. ഇനിയിപ്പോൾ ഇതാ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂണ് ഗീയും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു പകുതി ഉള്ളി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. ഈ പകുതി ഉള്ളി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നെയ്ച്ചോറിലേക്ക് ലാസ്റ്റ് ദം ചെയ്യൂലേ, അതിനിടയ്ക്കുള്ള ഉള്ളിയാണ് ഞാൻ ഫ്രൈ ആക്കി എടുക്കുന്നത്. അപ്പോൾ ഇതാ മൊത്തത്തിൽ ഉള്ളി ഫ്രൈ ആക്കി എടുക്കലാണ്. ഇതിൽ ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി റെസിപ്പിയാണ് ഇത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുക്കറിലും ചെയ്തെടുക്കാം കേട്ടോ. കുക്കറിൽ ഒരു വിസിൽ കൊണ്ടെല്ലാം ഉണ്ടാക്കിയെടുക്കുന്ന ടൈപ്പിലും നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഞാനിന്നൊരു സ്വീറ്റ് ഉണ്ടാക്കുന്നുണ്ട്, എന്താ പറയുക, ക്യാരറ്റ് വെച്ചിട്ട്. ഇത് ഇൻസ്റ്റയിലും യൂട്യൂബിലെല്ലാം 2-3 വർഷമായിട്ട് ഭയങ്കര വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണ്. ഞാൻ ഇതുവരെ എൻ്റെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഉണ്ടാക്കി നോക്കണമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ക്യാരറ്റും ഉണ്ട്, അപ്പോൾ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് അതെടുക്കലാണ്. കാര്യം ക്യാരറ്റ് ഇനി വെച്ച് കഴിഞ്ഞാൽ പോയി പോകും. അപ്പോൾ എന്താ ഉണ്ടാക്കാമെന്ന് ചിന്തിച്ചു തരാം. ഞാൻ വിചാരിച്ചു ആ ഒരു സംഭവം ഉണ്ടാക്കാമെന്ന്. കുറേ ആൾക്കാർ ഉണ്ടാക്കിയിട്ട് കണ്ടിട്ടുണ്ടായിന്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കാമെന്നെല്ലാം വിചാരിച്ചിട്ട് അങ്ങനെ ക്യാരറ്റെല്ലാം കഴുകിയിട്ട് തൊലി കളഞ്ഞിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇടയിലേ ഞാൻ ഉള്ളിയെല്ലാം ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. 4 ഉള്ളിയിൽ നിന്ന് 2 ഉള്ളി ഫ്രൈ ആക്കി എടുക്കലാണ് കേട്ടോ. എന്നിട്ട് ഇതാ നമ്മൾ ക്യാരറ്റ് കട്ടാക്കി വെച്ചില്ലേ, അതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഒരു 3 വലിയ സൈസിലുള്ള ക്യാരറ്റാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ചെറുതല്ലാന്നുണ്ടെങ്കിൽ ഒരു 4-5 എടുത്തോ. അപ്പോൾ ഇതാ ഞാൻ നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഭയങ്കര ഈസിയാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിക്ക്. കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെന്താ, ഞാൻ എന്താ പറയുക, ഉള്ളി ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പകുതി ഉള്ളി ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. ബാക്കി പകുതി ഉള്ളിയിൽ ഒരു ഉള്ളി ഞാൻ എന്താ പറയുക 4 ഉള്ളിയല്ലേ എടുത്തത്, 2 ഉള്ളി ഫ്രൈ ആക്കിയിട്ടുണ്ട്. അതിൽ 1 ഉള്ളി ഇതിലേക്ക് തന്നെ വെച്ചിട്ട് ബാക്കി ഉള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ലേ, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. കുക്കറിലാണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ അധികം വീട്ടിൽ ചില സമയമെല്ലാം നമുക്ക് മടിയെല്ലാം പിടിക്കില്ലേ, അന്നേരം ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കൽ. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് കുക്കാക്കിയെടുക്കുക. നമ്മൾ ഗുലാബ് ജാമുനെല്ലാം ഉണ്ടാക്കൂലേ, അതുപോലത്തെ ഒരു ഐറ്റമാണ് ക്യാരറ്റ് വെച്ചിട്ടുണ്ടാക്കുന്നത്. ഞാനിത് പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. നമ്മൾ ഉള്ളി അതിനിടയിൽ ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഞാനില്ല അധികം ബിരിയാണി വെക്കുമ്പം എനിക്ക് പറയാനുള്ളത്, നമ്മളെപ്പോഴും ബിരിയാണി ഐറ്റംസ് എല്ലാം ഉണ്ടാക്കുമ്പം ഉള്ളിയും തക്കാളിയും നല്ലോണം കുക്കായിട്ട് വന്നാലേ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ മടിയെല്ലാം പിടിച്ച് എല്ലാം വാരി അതിലേക്ക് തന്നെ ഇട്ടിട്ട് പിന്നെ
ചെയ്യുമ്പില്ലേ അത് രണ്ട് ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഉണ്ടാക്കി നോക്കാത്തവർ അങ്ങനെ ഉണ്ടാക്കി നോക്കുക. പിന്നെന്താ, ഉള്ളി നല്ലോണം കുക്കായി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ബിരിയാണിക്ക്. ഞാനിതാ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഈ ഒരു ക്യാരറ്റിൻ്റെ മിക്സിയിലെ ഒഴിച്ച് കൊടുക്കുക. പിന്നിലെ ഈ ഒരു ക്യാരറ്റിൻ്റെ ഈ ഒരു സ്വീറ്റ് റെസിപ്പി ഉണ്ടാക്കുമ്പം എനിക്ക് ഇതിൽ ചേർക്കണമെന്ന് തോന്നിയ കുറച്ച് ടിപ്സും കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സാധാരണ അധികം പഞ്ചസാര ഇട്ടിട്ടാണ് കാണൽ. നമ്മൾ പഞ്ചസാരയ്ക്ക് പകരം മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാലില്ലേ മധുരത്തിന് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിന് കേട്ടോ. ഞാൻ പഞ്ചസാര തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് വറ്റി വരുമ്പില്ലേ നല്ലോണം മിക്സാക്കി എടുക്കുക. എന്നിട്ട് വറ്റി വരുമ്പം ഒരു 1/2 കപ്പ് പാലും കൂടി ഒഴിച്ച് കൊടുക്കുക. ഒരു 1/4 കപ്പ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പോളം പാൽ ഒഴിച്ചിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാരക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ആ പാലിന് പകരം ഒരു ടിന്ന് മിൽക്ക് മെയ്ഡ് അല്ലാന്നുണ്ടെങ്കിൽ 1/2 ടിന്ന് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വറ്റി വരുന്ന ടൈമിൽ ഇതിലേക്ക് 1 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം മിക്സാക്കി എടുക്കുക. നമ്മൾ തരിയുണ്ടെല്ലാം ചെയ്യുമ്പോൾ മിൽക്ക് മെയ്ഡ് ഇട്ടിട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കില്ലേ അത് കഴിക്കാൻ വേണ്ടിക്ക്, ആ ഒരു ബോൾസ് കഴിക്കാൻ വേണ്ടിക്ക്. അതുപോലെ പഞ്ചസാരക്ക് പകരം നിങ്ങൾ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോ, ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പാൽപ്പൊടി ചേർത്ത് കൊടുത്തോ കേട്ടോ. ഞാനിതിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ടായിന്. വീഡിയോ കട്ടായി പോയതാണ്. ഒരു 1/4 കപ്പ് അല്ലാന്നുണ്ടെങ്കിൽ 1 കപ്പോളം പഞ്ചസാര വേണം കേട്ടോ. നല്ല മധുരം ഉണ്ടെങ്കിലാണ് ഈ ഒരു ബോൾസ് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതാ എല്ലാം കൂടി ഇങ്ങനെ വറ്റിച്ചെടുക്കുക. റവ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഇത് വറ്റി വരും കേട്ടോ. ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. മൊത്തത്തിൽ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ചൂടോടെ തന്നെ ബോൾസാക്കി എടുക്കുക കേട്ടോ. കുറച്ച് ചൂടൊന്ന് വിട്ട് വരുന്ന ടൈം തന്നെ ബോൾസാക്കി എടുക്കുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഗീ ഒഴിച്ച് കൊടുത്ത് അതിനുശേഷം ഈ ഒരു ക്യാരറ്റിൻ ജ്യൂസ് ഒഴിച്ച് കൊടുത്ത് എന്നിട്ടൊന്ന് വറ്റി വരുന്ന സമയമൊന്ന് നമ്മൾ പഞ്ചസാര ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഞ്ചസാരക്ക് പകരം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഒരു ടിന്നല്ലാന്നുണ്ട്, ഒരു ടിന്ന് വേണ്ട, ഒരു 1/2 ടിന്നോളം 1/2 കപ്പോളം മിൽക്ക് മെയ്ഡും പഞ്ചസാരയും മിക്സ് ആക്കിയിട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാലും ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാര്യം ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ എൻ്റെതായ രീതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തലുണ്ട്. അപ്പം എനിക്ക് തോന്നിയ ഒരു ഇതാണ് പഞ്ചസാരക്ക് പകരം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര കുറച്ചധികം തന്നെ ഈ ബോൾസിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണിയിലേക്ക് വരാം കേട്ടോ. അതവിടെ നിൽക്കട്ടെ. ഉള്ളി നല്ലോണം കുക്കായിട്ട് വന്നതിൽ ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സ്മെല്ല് മാറുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കുക. അപ്പം 1.5 ബൾബ് വെളുത്തുള്ളി, 4 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി, ഒരു 10-12 പച്ചമുളക്, എന്നിട്ട് 2 തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുക. സ്മെല്ല് മാറിക്കഴിഞ്ഞാൽ എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് തക്കാളിയും കൂടി നല്ലോണം കുക്കാക്കിയെടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ തക്കാളി നല്ലോണം കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ കുക്കായിട്ട് വരുന്ന ബിരിയാണിയിലെ തക്കാളിയും ഇതിൻ്റെല്ലാം ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ബിരിയാണിക്കും ചിക്കനും എല്ലാം. ഞാനിതാ 1 ടീസ്പൂണോളം ഗരം മസാല പൗഡർ മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. ബാക്കിയൊന്നും ഒരു സ്പൈസസും ഞാൻ ആഡ് ചെയ്യുന്നില്ല. എന്നിട്ട് ഇതിലേക്ക് ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു ചിക്കന് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചെടുക്കാൻ. ഞാനിപ്പോൾ 3/4 കിലോ റൈസാണ് ചെയ്തെടുക്കുന്നത്. മല്ലിയില, പുതിനയില ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂണോളം തൈരും കൂടി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി മിക്സാക്കി എടുക്കുക. ഇപ്പം തന്നെ ഭയങ്കര സ്മെല്ലായിരിക്കും. നമ്മൾ ഉള്ളിയെല്ലാം ഫ്രൈ ആക്കിയിട്ടല്ലേ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ എല്ലാം കൂടി മിക്സാക്കി എടുക്കുക. എൻ്റെ ഉമ്മിൽ ഇടയ്ക്ക് ഉണ്ടാക്കി തരുന്ന ബിരിയാണിയാണ് ഭയങ്കര ഇഷ്ടമാണ്. നമുക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാര്യം ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ചിക്കനെല്ലാം ഒരു ഫ്രൈ ആയിട്ട് വരുന്ന പോലെ കാണും മസാലയിൽ. വെള്ളമൊന്നും വെച്ച് കൊടുക്കുന്നില്ല. ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെച്ച് അടച്ചു വെച്ച് ചിക്കൻ കുക്കാക്കി എടുക്കാം. ഇനിയിപ്പോൾ റൈസ് റെഡിയാക്കാൻ വേണ്ടിക്കില്ലേ ഞാൻ കുറച്ച് വലിയ പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. 2 ടേബിൾ സ്പൂണോളം ഗീ ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 2 ടേബിൾ സ്പൂൺ ഗീയും. എന്നിട്ട് ഒരു ചെറിയ പീസ് ഉള്ളി ഫ്രൈ ആക്കി എടുക്കുകയൊന്നും വേണ്ട, ഒന്ന് അതിലിട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന അളവിൽ ഞാൻ 3 ഗ്ലാസ് അരിക്കുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറാമ്പ്, പട്ട, ഏലക്ക ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു 6 എണ്ണം കറാമ്പ്, 2 എണ്ണം മതി. ഒരു ബേ ലീഫ്, പട്ട എല്ലാം ചേർത്ത് കൊടുക്കുക.
തിളച്ച് വരുന്ന സമയം കഴുകി ഊറ്റി വെച്ച റൈസും കൂടി ചേർത്ത് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ ബബിൾസ് ഇങ്ങനെ വരും, വെള്ളം വറ്റിയിട്ട്. അതിലേക്ക് അരമുറി ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞ് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാലാണ് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ടിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കുക്കാക്കി എടുക്കുമ്പോൾ തന്നെ ഇടയിലൊന്നും മിക്സ് ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്ച്ചോറ് റെഡിയാവും കേട്ടോ. അതിനിടയിൽ ഞാൻ ചിക്കനും കൂടി ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ചിക്കൻ 65 ഇല്ലേ, അത് റെഡിയാക്കി എടുക്കുന്നുണ്ട്. റെസിപ്പിയൊന്നും ഞാൻ കാണിക്കുന്നില്ല. അതിനിടയിൽ നമ്മുടെ റൈസ് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇടയിൽ മിക്സ് ആക്കി കൊടുത്തിട്ടൊന്നുമില്ല. ഇത് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ റൈസ് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അതിനോട് കുറേ ആൾ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിന് ഇർഫാന ബിരിയാണി റെസിപ്പി, എളുപ്പത്തിലുണ്ടാക്കുന്ന ബിരിയാണി റെസിപ്പി കാണിക്കാൻ വേണ്ടിക്ക്. ഇതിൽ ഏറ്റവും എളുപ്പത്തിലുണ്ടാക്കുന്ന റെസിപ്പിയാണ്. പിന്നെ കുക്കറിലെല്ലാം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയെന്നുണ്ടെങ്കിൽ മസാലയിൽ കുക്കറിൽ മസാല ഉണ്ടാക്കാൻ, എന്നിട്ട് മസാലയിൽ അരിക്കനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. നമ്മളിപ്പോൾ 3 ഗ്ലാസ് 4 ഗ്ലാസ് അരിയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് തിളച്ച് വരുമ്പോൾ റൈസ് ഇട്ട് കൊടുത്തിട്ട് ബബിൾസ് വരുമ്പം ലോ ഫ്ലെയിമിലാക്കിയിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് കുക്കാക്കി എടുത്തു കഴിഞ്ഞാൽ കുക്കർ ബിരിയാണി റെഡിയാവും കേട്ടോ. ഒരു വിസിൽ വേവിച്ച് കഴിഞ്ഞാൽ കുക്കർ ബിരിയാണി റെഡിയാവും. നല്ല ടേസ്റ്റാണ് അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാലും. ഇതുണ്ടല്ലേ മസാല നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇല്ലേ മസാലയിലെ ചിക്കനില്ലേ ഒന്ന് ഫ്രൈ ആയ പോലെയാണ്, കാര്യം നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ റൈസ് ഒന്ന് കോരി മാറ്റലാണ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ബിരിയാണി മസാല ഇട്ട് കൊടുക്കലാണ്. മൊത്തത്തിൽ മസാല ഇട്ട് കൊടുക്കുക. പെരുന്നാളിനെല്ലാം ഈദിനെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ബിരിയാണി കാണിക്കുമെന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഇത് ഈദിനെല്ലാം ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പി തന്നെയാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചെറിയ ഫാമിലിയെല്ലാം ആണെന്നുണ്ടെങ്കിൽ ഒരു ഉമ്മയും 2 മക്കളെല്ലാം ആണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് അങ്ങനെയെല്ലാം ആണെന്നുണ്ടെങ്കിൽ ഇത്രയും അധികം തന്നെ ആയിരിക്കും. രാത്രി വരെ അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അങ്ങനെ ഇപ്പം ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നവരാണെന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിക്കോ. പിന്നെ 1 കിലോയിലെല്ലാം ആണെന്നുണ്ടെങ്കിൽ ഒരു 6 ഉള്ളിയെല്ലാം എടുത്തിട്ട് ഒരു 3 തക്കാളി, 2 ബൾബ് വെളുത്തുള്ളി, 5 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി, 15 പച്ചമുളകെല്ലാം ഇട്ടിട്ട് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ദം ചെയ്തെടുക്കലാണ്. എല്ലാവർക്കും ദം ചെയ്യാനെല്ലാം അറിയുന്നത് തന്നെയല്ലേ. കുറച്ച് ഗീയെല്ലാം ഒഴിച്ച് കൊടുത്ത് മല്ലിയില പുതിനയില എന്തായാലും ചേർത്ത് കൊടുക്കുക. തണ്ട് കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ബിരിയാണിയിൽ ചിലർ ബിരിയാണിയിൽ ഒരു കയ്പ്പ് രസമായിരിക്കും, ചിലരത് ഒരു കറാമ്പൂൻ്റെ സ്മെല്ല് കൂടുതലായിരിക്കും, ചിലരതാണെങ്കിൽ ഭയങ്കര മധുരമായിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളി കൂടിക്കഴിഞ്ഞാൽ മധുരം കൂടും കേട്ടോ ബിരിയാണിയിൽ. അതുപോലെ തന്നെ കറാമ്പൂൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ കറാമ്പൂൻ്റെ ഒരു വല്ലാത്ത സ്മെല്ലായിരിക്കും ഉണ്ടാവുക. അങ്ങനെ പിന്നെ പുതിനയിലൻ്റെ തണ്ട് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ടാണ് ഒരു കയ്പ്പ് ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഗരം മസാല പൗഡർ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 15-20 മിനിറ്റ് ദം ചെയ്തെടുക്കുക. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി റെഡിയാവും. അതില്ലേ ചിക്കൻ്റെ ഇല്ലാത്ത പീസ് ഉണ്ടാവില്ലേ, അതിവിടെ ആരും കഴിക്കൂല. അപ്പോൾ ഞാൻ 65 ആക്കിയിട്ട് അങ്ങനെ ചെറുങ്ങനെ കട്ടാക്കിയിട്ട് ചിക്കൻ 65 ഉണ്ടാക്കലാണ് കേട്ടോ. ഇങ്ങനെ ആകുമ്പം ഈ ഒരു പീസ് ചിലവും. ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്നാക്ക് റെഡിയാക്കണം. അങ്ങനെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ലെഗ് പീസാണ് ഇഷ്ടം. അപ്പോൾ ചിക്കനെല്ലാം ചെറിയ ഈ ഒരു പീസ് ഞാൻ ചെറുതായിട്ട് കട്ടാക്കി എടുക്കലാണ്. ഇനിയിപ്പോൾ ഇതാ ഞാനില്ലേ 3 കപ്പോളം പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്കില്ലേ 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ കുറച്ച് പാലിൽ മിക്സ് ആക്കി എടുത്തതാണ്, അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം പാല് തിളച്ച് വരുമ്പം കോൺഫ്ലോർ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാലാണ് കേട്ടോ കുറച്ചുകൂടി സ്പീഡായിട്ട് നമുക്ക് തിക്കായിട്ട് വരാൻ. ഞാനിപ്പം വീഡിയോയിൽ കാണിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം മിക്സ് ആക്കിയിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇതാ എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ഈ ഒരു പാലൊന്ന് കുറുക്കിയെടുക്കുക. നമ്മുടെ ക്യാരറ്റിൻ്റെ ആ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെച്ച് കൊടുക്കാം. മിൽക്ക് മെയ്ഡും കോൺഫ്ലോറെല്ലാം ചേർത്ത് കൊടുത്തോണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുമ്പം കൈവിടാണ്ട് മിക്സ് ആക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും. കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ വനില എസൻസ് ചേർത്ത് കൊടുക്കുക. എനിക്ക് തോന്നുന്നു ഏലക്കാപ്പൊടി ആയിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക.
ഇതെല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു ക്യാരറ്റ് വെച്ചിട്ടുള്ള ബോൾസില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ ഒരു ബോൾസ് റെഡിയാക്കി എടുക്കുമ്പം പഞ്ചസാര കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. കാര്യം ഈ ബോൾസിന് നല്ല മധുരം ഉണ്ടാവണം. അങ്ങനെ എന്നിട്ട് ഇതാ എല്ലാ ബോൾസും ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. ഇത് 2 വർഷം മുന്നേ എങ്ങാനും ഏതോ ഒരു ചാനലിൽ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായ ഒരു റെസിപ്പിയാണ്. പിന്നെ അതിനുശേഷം കുറേ ആൾക്കാർ ചെയ്ത് ഇൻസ്റ്റയിലെല്ലാം കുറേ വീഡിയോസ് കണ്ട് മിന്നാന്നെങ്ങാനും ഇൻസ്റ്റയിൽ ഒരു വീഡിയോ കണ്ടേരം ഞാൻ വിചാരിച്ചു ഇതൊന്ന് ഉണ്ടാക്കി നോക്കണമെന്ന്. ഉമ്മ എന്നോട് ഇടയ്ക്ക് പറയലുണ്ട് ഇതൊന്ന് ഉണ്ടാക്കി നോക്കണോടീന്ന്. കാണുമ്പോൾ നല്ല ഭംഗിയില്ലേ. അപ്പോൾ കുറേ ആൾക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ പറയുക, അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ടൈമെല്ലാം കഴിഞ്ഞിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ച റെസിപ്പിയാണ്. അപ്പം എനിക്കിങ്ങനെ എന്തെങ്കിലും നല്ല റെസിപ്പീസ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ വീട്ടിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ തോന്നലുണ്ട്. അപ്പം നിങ്ങളിതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാം. അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ ബോൾസിന് നല്ല മധുരം ഉണ്ടാവണം. നമ്മൾ പഞ്ചസാരയോ അല്ലാന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡോ ചേർത്തിട്ട് വേണം ഈ ഒരു ബോൾസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിക്ക്. അങ്ങനെ ഇത് നമുക്ക് പാർട്ടിയിലോ അല്ലാന്നുണ്ടെങ്കിൽ ഈദിലല്ലേ വരുന്നത്, ആ ഒരു ടൈമിൽ പായസം ഉണ്ടാക്കുന്നതിന് പകരം അധികം ആൾക്കാരും പായസം ഉണ്ടാക്കൂലേ, അതിനെല്ലാം പകരം ഇതുണ്ടാക്കി നോക്ക്. ഭയങ്കര ഈസിയാണ്. ക്യാരറ്റും വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസും മാത്രം മതി. മിൽക്ക് മെയ്ഡിന് പകരം നമുക്ക് പാൽപ്പൊടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പിന്നെന്താ, പായസത്തിൽ ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ബോൾസ് പായസം പോലെയാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ ബോൾസ് ചെറിയ കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ഉണ്ടാക്കിയാലും കാണാനും നല്ല ടേസ്റ്റി ആയിരിക്കും, കഴിക്കാനും അടിപൊളിയായിരിക്കും. അപ്പോൾ ഇത് തണുപ്പിച്ചിട്ടും കഴിക്കുക, ചൂടോടെയും കഴിക്കുക. നല്ല അടിപൊളി ഐറ്റമാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ഇതിനെല്ലാം എന്തായാലും ഉണ്ടാക്കി നോക്കുക. കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിനി ഈ സ്പെഷ്യൽ പുഡിങ്ങിൻ്റെ റെസിപ്പി, പായസം റെസിപ്പി, അതുപോലെ തന്നെ ബിരിയാണി റെസിപ്പി എല്ലാം കാണിക്കും ഇർഫാനാണ്. അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇന്ന് എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു ചിക്കൻ ബിരിയാണി ഇങ്ങനെ ഒരു ഐറ്റം കൂടി ഉണ്ടാക്കി കാണിച്ചേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിന്. ഞാൻ ലാസ്റ്റായിട്ട് അതിന് മുകളിൽ കുറച്ച് ബദാമും പിസ്തയും എന്താ പറയുക പിസ്തയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇതാ ഞാൻ സെർവ് ചെയ്യലാണ്. പിന്നെ മൈസാൻ്റെ റിസൾട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ടായിനി. കമൻസിന് ഞാൻ റീപ്ലൈ കൊടുത്തിട്ടുണ്ടായിനി. 85% ആണ് കേട്ടോ. CBSE ആണ്. അതൊരു വീഡിയോ ആയിട്ട് ചെയ്തുകൂടെ എന്നല്ല കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിനി. അതൊരു വീഡിയോ ആക്കിയിട്ട് എടുക്കാണ്ട് തന്നെ അതൊരു കണ്ടൻ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിക്ക് മൈസാക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അതൊരു കണ്ടൻ്റ് ആയിട്ട് എടുക്കുകയെന്നുണ്ടെങ്കിൽ CBSE റിസൾട്ട് വന്നു എന്നെല്ലാം പറഞ്ഞാൽ എൻ്റെ ചാനൽ നല്ലോണം റീച്ച് ആവും, നല്ല വ്യൂസിലേക്ക് പോകും കേട്ടോ. ഇല്ലേ ഉള്ള റിസൾട്ട് അറിഞ്ഞിട്ട് ഇങ്ങനെ പറയലാണ്, മൈസ നീ ഇങ്ങനെ പഠിച്ചിട്ട് ഇത്രയും മാർക്കാണെന്നുണ്ടെങ്കിൽ നീ സാധാ SSLC എന്താ പറയുക CBSE കുട്ടികളെല്ലാം പഠിക്കുന്ന പോലെ ചില കുട്ടികൾ 3 മണി വരെ ഉറങ്ങാണ്ട് പഠിക്കും, ചിലർ രാവിലെ എണീച്ച് പഠിക്കെല്ലാം ചെയ്യില്ലേ. മൈസാനോട് നമ്മൾ അങ്ങനെ ഫോഴ്സ് ചെയ്തിട്ട് ഉറക്കം കളഞ്ഞിട്ട് പഠിക്കേണ്ട അങ്ങനത്തെ രീതിയിലാണ് കേട്ടോ നമ്മളുണ്ടായ ഇത്ര മാർക്ക് തന്നെ വേണോ എന്നുള്ള രീതിയൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓളുടെ ആ ഒരു സ്റ്റഡി ലീവിൽ ഓൾ ഉറക്കൊന്നും കളയാണ്ട് സുഖമായിട്ടാണ് ഓൾ പഠിച്ചിട്ടുണ്ടായിനി. അപ്പോൾ അതിൻ്റെ റിസൾട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിനി മാഷാ അല്ലാ. അപ്പോൾ അങ്ങനെ നമ്മൾ പറയലാണ്. നമ്മളില്ലേ എനിക്ക് ഇനി 10th പോകുന്ന കുട്ടികളുടെ പാരൻസിനോട് പറയാനുള്ളത്, നമ്മൾ ഫോഴ്സ് ചെയ്തിട്ടൊന്നും കുട്ടികളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് കഴിയുന്ന രീതിയിലത്തെ മാർക്ക് അവർ സ്കോർ ചെയ്യും. നമ്മളിങ്ങനെ ഒരുപാട് ടെൻഷൻ കൊടുത്തത് 10th ആണ് അങ്ങനെ ഇങ്ങനെ എന്നിട്ട് പ്രഷർ ചെയ്തിട്ടെല്ലാം പഠിപ്പിക്കുമ്പോൾ നമുക്ക് കുട്ടികൾ തന്നെ ഇല്ലാത്ത അവസ്ഥയായി പോകും. അപ്പോൾ അവർക്ക് ഇഷ്ടത്തോടെ അവർ പഠിക്കണം. അപ്പോൾ അൽഹംദുലില്ലാ ഓക്ക് ഈ ഒരു മാർക്ക് കിട്ടിയത് നല്ലൊരു മാർക്കല്ലേ. CBSE കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഡിസ്റ്റിങ്ഷൻ കിട്ടാമെന്ന് പറയുമ്പം നല്ലൊരു മാർക്ക് തന്നെയാണ്. പണ്ടെല്ലാന്നെങ്കിൽ നമുക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടാമെന്ന് പറയും. പിന്നെ CBSE എന്ന് പറയുമ്പം പഠിക്കാനും എന്താ പറയുക പെട്ടെന്നൊന്നും മാർക്കൊന്നും അങ്ങനെ കൊടുക്കില്ലല്ലോ. അത്രയും അവർ പഠിച്ച് എഴുതിയെങ്കിൽ മാത്രമേ അവർക്ക് അത്രയും മാർക്ക് കിട്ടും. മാഷാ അല്ലാ അൽഹംദുലില്ലാ ഉള്ള റിസൾട്ടിൽ നമ്മൾ ഹാപ്പിയാണ്. അതുപോലെ തന്നെ ഇൻഷാ അല്ലാ ഈ വർഷം മൻഹ 10th മൈസൻ്റെ കാര്യം പറയുമ്പം ക്ലാസ്സിൽ അത്യാവശ്യം നല്ലോണം പഠിക്കുന്ന കുട്ടി തന്നെയാണ് മൈസ. ടീച്ചേഴ്സിനെല്ലാം നല്ല പ്രതീക്ഷയുള്ള കുട്ടിയായിരുന്നു. അതുപോലെ തന്നെ ഒക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു 10th എത്തിയേരം. അപ്പം ഞാനും എല്ലാം ടീച്ചറും എല്ലാം പറഞ്ഞിട്ടുണ്ടായിന്, മൈസ അങ്ങനെ ടെൻഷൻ അടിക്കാൻ നിൽക്കണ്ട, 10th വിചാരിച്ചിട്ട് നിനക്ക് കഴിയുന്നത് എന്താണോ അത് നീ വാങ്ങിയാൽ മതിയെന്ന്. ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട് പഠിച്ചിട്ട് ആൾ ഇല്ലാണ്ടാവുന്ന രീതിയിലാവണ്ടല്ലോ എന്ന്. അങ്ങനെയാണ് ഓൾ കുറച്ച് എന്താ പറയുക റിലാക്സ് ആയിട്ട് പഠിക്കാൻ തുടങ്ങിയത്. അപ്പം ഞാൻ മൈസാനോടും അങ്ങനെ തന്നെയാണ്, മൻഹാനോടും ഇപ്പം അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, നീ പേടിച്ച് വരച്ചിട്ട് ഇല്ലതും കൂടി ഇല്ലാണ്ടാക്കുന്ന രീതിയിൽ പഠിക്കാൻ നിൽക്കണ്ട, നിനക്ക് കഴിയുന്ന രീതിയിലത്തെ മാർക്ക് സ്കോർ ചെയ്താൽ മതി, അതിൽ നമ്മൾ പാരൻസ് ഹാപ്പി ആയിരിക്കുമെന്ന്. എല്ലാ പാരൻസിനോടും എനിക്ക് അത് തന്നെയാണ് കേട്ടോ പറയാനുള്ള. കുട്ടികളെ പേടിപ്പിച്ച് ഇത്ര തന്നെ കിട്ടണമെന്നുള്ള രീതിയിൽ നമ്മൾ പഠിപ്പിക്കാണ്ട് കുട്ടികൾക്ക് എന്താണോ കഴിയുന്ന ആ ഒരു രീതിയിലുള്ള മാർക്ക് അവർ സ്കോർ ചെയ്തോളും. അങ്ങനെ
ഇപ്പം എയർ റൂം ഇൻറ്റീരിയേഴ്സ് ചെയ്ത പുതിയ കിച്ചൻ്റെ വർക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്നോട് അധികം ചോദിക്കുന്നതാണ് എയർ റൂം ഇൻറ്റീരിയേഴ്സ് ചെയ്ത പുതിയ കിച്ചൺ ഉണ്ടെങ്കിൽ ഷെയർ ആക്കണേ ഇർഫാനാണ്. ഇത് നമ്മൾ എന്താ പറയുക പുതുതായിട്ട് അവർ ചെയ്തൊരു വർക്കാണ് കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് ഈ വീടെല്ലാം വെക്കുന്നവരായിരിക്കും അങ്ങനെ ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഇർഫാനിൻ്റെ വർക്ക് ഏരിയയിലെ കിച്ചൻ്റെ പണി തീർന്നോന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിന്. സംഭവത്തിൽ നമ്മൾ ദുബായിൽ പോയി ഇക്കാക്ക് ചൈനയിൽ പോകാനുണ്ടായിട്ടുണ്ടായിന്. അങ്ങനെ പോയി അതുകൊണ്ടെല്ലാം നമ്മൾ പണി ഒന്ന് സ്റ്റോപ്പാക്കി വെച്ചിട്ടുണ്ടായിനെ. അതിനിടയിൽ അവർ വേറെ വർക്ക് ചെയ്യാനും തുടങ്ങി. അതുകൊണ്ട് തന്നെ പണി ഫുള്ളായിട്ട് പൂർത്തിയായിട്ടില്ല. ഇൻഷാ അല്ലാ എൻ്റെ വർക്ക് ഏരിയൻ്റെ കിച്ചൻ്റെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ആക്കാം കേട്ടോ. ഇവരെ വർക്കിൽ ഭയങ്കര പെർഫെക്റ്റാണ് കേട്ടോ. നമ്മൾ എത്ര വർഷം കഴിഞ്ഞാലും ഈ ഒരു ചില വീട്ടിലെല്ലാം കബോർഡ് ഇളകി പോവുക, അതിൽ പിടിക്കുക, അങ്ങനത്തെ എല്ലാം കാര്യങ്ങളുണ്ടാവില്ലേ. പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ഈ കിച്ചണെല്ലാം എപ്പോഴും ഒരുപോലെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ക്വാളിറ്റിയിലെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യണം കേട്ടോ. ചിലർ പറയും ചെറിയ റേറ്റിന് കിച്ചൺ ചെയ്തു തരാം അങ്ങനെയല്ലോ. അപ്പോൾ നമ്മൾ വിചാരിക്കുമോ ചെറിയ റേറ്റിന് ചെയ്യാൻ പറ്റുമല്ലോ എന്നെല്ലാം വിചാരിച്ചിട്ട് നമ്മൾ വേഗം അത് ചെയ്യും. പിന്നെ 2 വർഷം 3 വർഷം കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ചെതൽ പിടിച്ചിട്ടും കബോർഡിൻ്റെ എന്താ പറയുക കബോർഡ് ഇളകിയിട്ടെല്ലാം വിൽക്കും. പിന്നെയും നമുക്ക് കിച്ചൺ ചെയ്യൽ പിന്നെയും പണിയല്ലേ. അങ്ങനെ നമ്മൾ ചെയ്യുമ്പം തന്നെയല്ലേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളൊരു കിച്ചൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ കിച്ചണിലായിരിക്കും ചിലവഴിക്കുക. അപ്പോൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടും നല്ല ക്വാളിറ്റിയിലെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടും നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റും. എൻ്റെ വീടിനെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവർ ചെയ്ത വർക്കാണ്. ഇതുവരെ എനിക്ക് ഒരു കംപ്ലൈൻറ്റും പറയാൻ തോന്നിയിട്ടില്ല കേട്ടോ. എൻ്റെ സമയം തന്നെ വീടെടുത്ത കുറേ ആൾക്കാരുണ്ട്. അവർ ഇപ്പോൾ രണ്ടാമതും കിച്ചൺ വർക്കും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്ത് ചെതൽ പിടിച്ചെന്ന് പറഞ്ഞിട്ട് കിച്ചൺ മൊത്തത്തിൽ പൊളിക്കുക, അതുപോലെ തന്നെ ഡോറ് ഇളകി വീണ് അങ്ങനെ എന്തെല്ലോ കംപ്ലൈൻറ്റ് പറയുന്ന ആൾക്കാരുണ്ട്. പെയിൻറ്റ് പോയി അങ്ങനെയല്ല. പക്ഷേ ഇല്ലേ മാഷാ അല്ലാ അൽഹംദുലില്ലാ എനിക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു മോശമായിട്ട് ഇവരത് തോന്നിയിട്ടില്ല. പെർഫെക്റ്റാണ്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിലല്ലേ ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടെ. നമുക്ക് വിശ്വസിച്ചിട്ട് നമ്മളെ വീട് ഏൽപ്പിക്കാം. ഫുൾ കിച്ചൺ മാത്രമല്ല ഒരു വീട്ടിൻ്റെ ഫുൾ ഇൻറ്റീരിയർ വർക്ക് ഇവർ ചെയ്തു തരും കേട്ടോ. കർട്ടന് കാര്യങ്ങൾ സോഫ എല്ലാം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡീറ്റെയിൽസ് കൊടുക്കുക. പുതിയ വീടെല്ലാം എടുക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മളെ വീട് വിശ്വസിച്ചിട്ട് ഒരാളെ ഏൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇവരെ ഏൽപ്പിച്ചോ. അതുപോലെ തന്നെ എൻ്റെ കിച്ചൺ വർക്ക് ഏരിയ കിച്ചണ് അത്ര ക്വാളിറ്റിയിലതൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തതാണ്. ഞാൻ ഇവരെ കൊണ്ടല്ല ചെയ്യിപ്പിച്ചത്, വേറെ ഒരു ടീമിനെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചത്. പക്ഷേ ഇല്ലേ മഴയെല്ലാമായി എൻ്റെ പുറത്തത്തെ കിച്ചൺ മൊത്തം മോശമായി പോയിട്ടുണ്ടായിന്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവരെ കൊണ്ടാണ് പുതിയ കിച്ചൺ ചെയ്യിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാ പുതിയ കിച്ചൺ ആയിക്കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസ് പറയാട്ടോ. മാഷാ അല്ലാ അടിപൊളി കിച്ചണാണ് ഞാൻ ചെയ്യുന്നത്. വർക്ക് ഏരിയ രീതിയിലല്ല കേട്ടോ ചെയ്യുന്നത്, ഉള്ളിൽ ചെയ്യുന്ന അതേ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കിച്ചണാണ്. ഇൻഷാ അല്ലാ ആ വീഡിയോ ഞാൻ ഇപ്പോൾ ഒരു 2-3 ആഴ്ച എടുക്കും എന്തായാലും കിച്ചൺ പണിയും കാര്യങ്ങളെല്ലാം പൂർത്തിയാകാൻ. അന്നേരം ഞാൻ കാണിക്കാം കേട്ടോ, ഷെയർ ആക്കാം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ എന്താ പറയുക കിച്ചൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല. ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കോൺടാക്റ്റ് ചെയ്തോ, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. വെള്ളം കൂടുതൽ വെള്ളം ഉപയോഗിക്കൽ നമ്മൾ കിച്ചണിൽ എന്താ പറയുക പാത്രങ്ങൾ വെക്കലും കാര്യങ്ങളെല്ലാം ആയിട്ട് വെള്ളത്തിൻ്റെ കണ്ടൻറ്റും കാര്യങ്ങളും കൂടുതലായിരിക്കും. അപ്പോൾ ചെതൽ പിടിക്കാനെല്ലാം ചാൻസ് കൂടും. അപ്പം ഇല്ലേ നല്ലത് നോക്കിയിട്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും വീണ്ടും പൊളിക്കുക മാറ്റുക അങ്ങനത്തെ ഒന്നും ആവശ്യമില്ലല്ലോ, നമ്മൾ പൈസ പോവുകയും ചെയ്യില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ അവരെ കോൺടാക്റ്റ് ചെയ്ത് നോക്ക്. പുതിയ വീടെല്ലാം വെക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഇല്ലാന്നുണ്ടെങ്കിൽ പഴയ കിച്ചൺ തന്നെ ഒന്ന് മാറ്റണോ വീടെല്ലാം ഒന്ന് മാറ്റണോ എന്നെല്ലാം ചിന്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവരെന്തായാലും കോൺടാക്റ്റ് ചെയ്തോട്ടെ. ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കുക. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിക്ക്, നല്ല ഒരു എന്താ പറയുക നല്ലൊരു കളറിലെ കിച്ചണ്. അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പും കാര്യങ്ങളും എല്ലാം അടിപൊളിയാണ്. ഈ വീട്ടിൻ്റെ മൊത്തം ഇൻറ്റീരിയർ വർക്ക് ഇവർ തന്നെയാണെന്ന് തോന്നുന്നു ചെയ്തിട്ടുണ്ടായിന്. അപ്പം നിങ്ങളെന്നോട് എയർ ഇൻറ്റീരിയേഴ്സിൻ്റെ വർക്ക് കാണുമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഷെയർ ആക്കിയ ഒരു വീഡിയോ ആണ് കേട്ടോ. കുറേ ആൾക്കാർ കിച്ചൺ ടൂറിന് ചോദിക്കുന്നുണ്ട്. അപ്പം എൻ്റെ കിച്ചൺ ടൂറിനെയും ചോദിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ എന്തായാലും ഞാൻ ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും, ബൈ.